ചില ആളുകളെ മാസ്മരികത ചെയ്തിട്ട് ചില ആൾക്കാരെ സിഹർപ്പെടുത്തിയിട്ടുണ്ട്. അവരാ അനുഭവം വെച്ച അള്ളാന്റെ റസൂലിന് സിഹർ ബാധിക്കുന്നറിയണം. ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഇത്രയും ആൾപ്പെട്ട ആളുകൾ ഞങ്ങളുടെ സിഹറിന്റെ വലയത്തിൽ പെട്ടല്ലോ, അപ്പൊന്ന് അള്ളാഹിന്റെ റസൂലും പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് കണക്കുട്ടിക്ക. അപ്പോ പണ്ട് കാലത്ത് നമ്മൾ സംഘടന ഉണ്ടാക്കിയത് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാനാണ്. ഇന്ന് അള്ളാഹുവിന്റെ ദീൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് സംഘടനയെ നിലനിർത്താനാണ്. സംഘടനയ്ക്ക് വേണ്ടി ദീൻ. അതുകൊണ്ട് സംഘടന മുൻകൂട്ടി ഒരു കാര്യം തീരുമാനിക്കും, അതിനനുസരിച്ച് നമ്മൾ നീങ്ങിക്കൊള്ളണം. അങ്ങനെ അനുസരിക്കാൻ മാത്രം ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയാണ്, എന്നെ കൊണ്ട് സാധിക്കൂല. എന്തോ അറിയില്ല, ഞാൻ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിപ്പോ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ സമാന ചിന്താഗതിക്കാരായ ആളുകളെ നമ്മൾ കണ്ട് ഏത് സമാന ഒരു അപകടമില്ല. ഒറ്റ കാര്യമുള്ളൂ, ഈ ലോകത്ത് ഏറ്റവും വിശിഷ്ടനായ വ്യക്തി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന്റെ ഏറ്റവും എതിരാളിയും അള്ളാഹുവിന്റെ ശാപവും, അതായത് ഗളബും ലഅനത്തും അള്ളാഹുവിന്റെ കോപവും ഉണ്ട് എന്ന് ഖുർആനിൽ 4 സ്ഥലത്ത് പ്രഖ്യാപിച്ചതാ ജൂതന്മാരെ പറ്റി. അതിലെ ഒരു ജൂതൻ ചെയ്ത ഒരു ചീർപ്പ് കൊണ്ട് വാർന്നപ്പോൾ കിട്ടിയ മുടിക്കെട്ട്, ഏതാനും ഈത്തപ്പനയുടെ കൊലയുടെ അതിന്റെ തുമ്പല്, ഇവരെന്നെ പറയാ എന്തോ ചെയ്തു. എന്താ ചെയ്ത്? എന്തോ ചെയ്തു. അങ്ങനെ ഒരു ഇസ്ലാമുണ്ടോ? ഇസ്ലാമിൽ വ്യക്തത വേണം. എന്താ ചെയ്തത്? ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഏതൊക്കെയാണ് ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്? എവിടെയൊക്കെയാണ് ആണിയിൽ തറക്കേണ്ടത്? രാത്രിയാണോ രാവിലെയാണോ വേണ്ടത്? പുതുമഴക്കാണോ പഴമഴക്കാണോ വേണ്ടത്? നിങ്ങൾക്ക് അതൊന്നും അറിയണ്ടാവില്ല. അതൊക്കെ പഠിക്കണം. പുതുമഴക്ക് എടുക്കണം എന്നറിയാം. ചുവന്ന വെള്ളം വരുമ്പോ ആ വെള്ളത്തിലൂടെ ഇടണം, എന്നാലേ ശത്രുവിന്റെ സംഹാരം നടക്കുള്ളൂ. ആ ജാതി അപ്രകാരം എന്തോ ചെയ്തു. എന്നിട്ട് എങ്ങനെയോ ശ്രദ്ധിക്കണം, എന്നിട്ട് എങ്ങനെയോ അത് അള്ളാഹുവിന്റെ പ്രവാചകനെ ബാധിച്ചു. ഇതൊരു മുസ്ലിം പറ്റൂല. മുസ്ലിമിന്റെ വഴി തെളിഞ്ഞതാവണം. ഏറ്റവും ശുഭ്രമായ തിളങ്ങിക്കിടക്കുന്ന വക്രതയില്ലാതെ പ്രകാശപൂരിതമായ ഒരാദർശത്തിലാണ് നിങ്ങളെ ഞാൻ വിട്ടുപോയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തോ ചെയ്തു അത് പറ്റാൻ പറ്റൂല. ഇന്നത് ചെയ്തു. എങ്ങനെയോ ബാധിച്ചു അതും പറ്റൂല. ഇന്ന വിധം ബാധിച്ചു. നമ്മുടെ മറ്റേ കുട്ടികളതാ, നിങ്ങൾ ആട്ടിപ്പുറത്താക്കിയ കുട്ടികൾ മാന്യമായിട്ട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ ബാധിച്ചത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് മനുഷ്യന്റെ സുബോധത്തെ കൃത്യമായി കൊണ്ടു നടക്കുന്ന തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഞരമ്പിനെ ജിന്ന് ചെന്ന് ഇടിച്ച് ആഘാതമേൽപ്പിക്കുക വഴിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിഹറിന്റെ അടയാളങ്ങളും ഭ്രാന്തമായ സ്വഭാവവും കാണിച്ചത് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, നിങ്ങളുടെ കുട്ടികളുണ്ടായിരുന്നല്ലോ മടിയിലെടുത്ത് വളർത്തിയ അവറ്റങ്ങളല്ലേ പറയണത്? അതല്ലേ നല്ലത്? കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നതാണ് മുഅ്മിനിന് കുറേയും കൂടി നല്ലത്. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ അവ്യക്തമായിട്ടെന്ന് പറയുന്നത് വളരെ അപകടമാണ്. അതുകൊണ്ട് ഞങ്ങളെ വിട്ടുങ്ങൾ ഓലെ കൂട്ടാൻ നോക്കി. അതാ വേണ്ടത്. അടുക്കാൻ നല്ലത് അവരാ. കാരണം വലിയൊരു വ്യത്യാസമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മെമ്പറിന്റെ ഒരടിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരടി എന്ന് പറഞ്ഞാൽ അടിച്ചിറക്കാൻ പറ്റൂല, അതന്നെ ഒരടി. അതാണ് ഒരടി. ശൈത്താൻ ശരീരത്തിൽ കയറിയാൽ അടിച്ചിറക്കാൻ പറ്റുന്ന നമ്മുടെ കുട്ടികൾ, അടിച്ചിറക്കാൻ പറ്റൂല എന്ന് നമ്മുടെ കാരണവന്മാർ. ഈ തർക്കമുള്ളൂ.